നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് പക്ഷികൾ വന്ന് അവിടെ തെങ്ങിൻ്റെ അകത്ത് കൂട് വെക്കുന്നു കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല. രണ്ടെണ്ണം അവിടെ തെങ്ങിങ്ങനെ കൂട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് മുമ്പേ കൊക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് പറന്നുപോയി. ഒത്തിരി കൊക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേതക്കുട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് എഴുന്നേറ്റൊന്ന് വെള്ളം കുടിക്കുന്ന ഭാവം കേട്ടോ. അപ്പം മഹതി അവിടെ സൈക്കിൾ വെച്ചുള്ള ചെറിയൊരു കളിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മൂടലായിരുന്നു. പിന്നെ വെയിൽ വന്നു. ഇപ്പോഴും മൂടി നിൽക്കുക. നമുക്ക് തുണിയൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ ഇടാനൊന്നും പറ്റില്ല. കാരണം എപ്പം വെള്ളം മഴയ്ക്കൊരു സാധ്യതയുണ്ട്. കിളി അവിടെ കൂട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഓല ഇരിക്കുന്നതുകൊണ്ട് അതൊന്നും അതിനെ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കാണാമായിരുന്നു നല്ലതായിട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെയിനായിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം അവൾ ഡെയിലി കുടിക്കുന്നതാണ്. എന്നോട് പരാതി പറയുന്ന ചേച്ചി സൈക്കിളൊക്കെ ഇട്ട് ഓടിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ചെറിയ സങ്കടം. അപ്പം എന്നോട് പരാതി പറഞ്ഞവൾ. വഴുതനങ്ങ ഏകദേശം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന നടത്തില്ല ഒരു ബ്ലാക്ക് കൊക്ക് അതിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അതെ, നടന്നു പോകുന്നുണ്ടോ? കണ്ടത്തിൽ കൂടെ നടന്നു പോകുന്നേ. വെള്ളത്തിലട അങ്ങ്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്താണ് ഞങ്ങൾ എടുത്ത് കാണിക്കുന്നത്. അപ്പം ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഒട്ടും കാണത്തില്ലായിരുന്നു. ഒരു ചിത്രശലഭത്തെ പോലും വെറുതെ വിടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരാളാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ദേഹത്തല്ലേ വെള്ളമാക്കി. അപ്പോൾ ഡ്രസ്സൊക്കെ ചേച്ചി എല്ലാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ വൈകുന്നേരം ഒരു ഏകദേശം ഒരു 3:30 കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാം. അപ്പോൾ നല്ലൊരു മഴക്കോളുണ്ട് കേട്ടോ. വെയിലൊക്കെ മാറി നല്ലതായിട്ട് മൂടി വരിക. രണ്ടുപേര് ചെരുപ്പൊക്കെ ഇട്ട് റെഡിയാകുക കേട്ടോ. പക്ഷെ പുള്ളിക്കാരി ചേച്ചിയുടെ സ്കൂളിൽ പോകുന്ന ഷൂ കിട്ടണമായിരുന്നു. ഇനി ചെരുപ്പ് മാറ്റി കൊടുക്കണം. മേതക്കുട്ടി ഹായ് പറഞ്ഞു കേട്ടോ. മേതക്കുട്ടി ഒരു ഹായ് പറഞ്ഞു കേട്ടോ. മേതക്കുട്ടി ഇങ്ങനെ നോക്കിടാ. ആ ചെരുപ്പിട് അവൾ തന്നെ ചെരുപ്പൊക്കെ ഇട്ടോളും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അവളുടെ കയ്യിൽ മോതിരം കാണിക്കുന്ന ചെരുപ്പിട്ട് കൊടുക്കും വാവയ്ക്ക്. മഹതിക്കുട്ടി പിന്നെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് വാവയ്ക്ക് കേട്ടോ. ശരിക്കും പിന്നെ മഹതിക്കുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം മഹതിക്കുട്ടിയാണ് വാവയ്ക്ക് ഉടുപ്പ് വരെ ഇട്ട് കൊടുക്കുന്നത്. അയ്യോ വീണാലും ഞങ്ങൾ കരയത്തൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരാൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് വന്ന് കയറിയപ്പം അവിടെ നിന്ന് മേടിച്ചാ കേട്ടോ. അപ്പോൾ അത് കൈ കിട്ടിയ പിന്നെ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇവിടെ അടിയാണ് സംഭവം. വിശേഷം മുട്ടയോ കേട്ടോ. എന്തോ നടത്തില്ല ജെംസ് മുട്ടായ പോട്ടില്ല. അപ്പം ഇത് കണ്ടപ്പോൾ പിള്ളമാർ രണ്ടും വഴക്കായതാണ്. പിന്നെ കുറേ മേടിച്ചതാണ്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റാറുണ്ട്, ഹാർട്ടുണ്ട്, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ജെംസ് മുട്ടായ പോലത്തെ മുട്ടായി കഴിക്കും. രണ്ടുപേരും അത് പൊട്ടിച്ച് എങ്ങനെയുണ്ടോ അത് കിട്ടി? ഇഷ്ടപ്പെട്ടു. മേതക്കുട്ടിക്കോ? ആ പൊളിയുണ്ടെന്ന് കേട്ടോ പറഞ്ഞ കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി സാധനമൊക്കെ മേടിച്ച് പോയിട്ട് വന്നു കേട്ടോ. പോകുന്ന വഴിക്ക് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവർ എല്ലാവരും അന്നേരം മഴ ചെറുതായിട്ട് ചാറിയുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റില്ല വീഡിയോ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു മഴയും തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.